വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ രണ്ടാം ഘട്ട കരട് പട്ടിക പുറത്തിറക്കി സർക്കാർ. 81 കുടുംബങ്ങളാണ് കരട് പട്ടികയിലുള്ളത്. ദുരിതബാധിതർ സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിലേക്ക് കടക്കാനിരിക്കെയാണ് കരട് പട്ടിക പുറത്തുവിട്ടത്. അതേസമയം ദുരിതബാധിതർ ഉരുൾപൊട്ടൽ സ്ഥലത്ത് ഇന്ന് കുടിൽ കെട്ടി പ്രതിഷേധം നടത്തും. വിവരങ്ങളുമായി വയനാട് നിന്ന് അർജുൻ PS ഉണ്ട്. അർജുൻ, ഇപ്പോൾ രണ്ടാം ഘട്ട കരട് പട്ടികയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധവും ശക്തമാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ഗോ നോ സോൺ സ്ഥലത്തുള്ള പട്ടികയാണ്. അതായത് നേരത്തെ പുറത്തുവിട്ട പട്ടിക, ഒന്നാം ഘട്ട പട്ടിക എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ ഒരു പൂർണ്ണമായി നശിച്ച വീടുകളുടെ പട്ടികയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് പൂർണ്ണമായി നശിച്ച വീടുകളല്ല. ചില സ്ഥലങ്ങൾ 50 മീറ്റർ അല്ലെങ്കിൽ 30 മീറ്റർ ദൂരങ്ങളിൽ വീടുകൾ സ്ഥാപിക്കാൻ പാടില്ല. ഇവയൊന്നും പൂർണ്ണമായി നശിക്കപ്പെട്ട വീടുകളല്ല, ഇപ്പോഴും നിലനിൽക്കുന്ന വീടുകളാണ്. പക്ഷെ ഇവിടെ താമസം പാടില്ല. അങ്ങനെയുള്ള വീടുകളിലേക്കുള്ള ഒരു രണ്ടാം ഘട്ട കരട് പട്ടികയാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. 89 കുടുംബങ്ങളാണ് ഇത്തരത്തിൽ കരട് പട്ടികയിലുള്ളത്. നേരത്തെ തന്നെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച്, അതായത് ഇത്തരത്തിലുള്ള കുടുംബങ്ങളെ ഈ കരട് പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ സമരങ്ങൾ ചെയ്യുവാൻ ഈ സമരസമിതി തീരുമാനിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു കുടിൽ കെട്ടിയുള്ള ഒരു സമരമുണ്ട്. മാത്രമല്ല തിങ്കളാഴ്ച നാളെ കളക്ടറേറ്റ് പടിക്കലും ഒരു സമരം ഇവർ നടത്തുന്നുണ്ട്. അത് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു സമരമൊക്കെ പ്രഖ്യാപിച്ച് ഇന്ന് സമരം തുടരുന്നതിന് മുൻപാണ് ഇത്തരത്തിലുള്ള ഒരു പട്ടിക സർക്കാർ പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിൽ 10ാം വാർഡിൽ 42 കുടുംബങ്ങളും 11ാം വാർഡിൽ 29 കുടുംബങ്ങളും 12ാം വാർഡിൽ 10 കുടുംബങ്ങളുമാണ് ഉൾപ്പെടുന്നത്. നേരത്തെ പ്രഖ്യാപിച്ച കരട് ലിസ്റ്റ്, അതായത് 300-ലധികം കുടുംബങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിരുന്നത്. പക്ഷേ ഇതിൽ വന്ന പ്രധാന ആക്ഷേപം എന്ന് പറയുന്നത് ഇതൊന്നും കിട്ടേണ്ടവർക്കല്ല, ആനുകൂല്യം കിട്ടേണ്ടവർക്കല്ല ഇത്തരത്തിലുള്ള വീടുകൾ ലഭിക്കുന്നതെന്നും അവരെയല്ല ഈ പട്ടികയിൽ ഉള്ളതെന്നുമുള്ളതാണ് പ്രധാനമായി ഇവർ പറയുന്നത്. അർഹരല്ലാത്തവരാണ് ഇതിൽ കയറിക്കൂടുന്നത്. അനർഹരായിട്ടുള്ളവർ ഇതിൽ കയറിക്കൂടുന്നു എന്നുള്ളത് അടക്കമുള്ള ഒരു ആക്ഷേപങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. മാത്രമല്ല പല തെറ്റുകളും ഇതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് നിരവധി പേരുടെ പേരുകൾ വീണ്ടും ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഒന്നാമതായിട്ടുള്ള ഒരാളുടെ പേര് ഉണ്ടെങ്കിൽ അയാളുടെ പേര് ഒരു 30ാം നമ്പർ വരുമ്പോഴും അയാളുടെ പേര് തന്നെ ആവർത്തിക്കുന്ന ഒരു സംഭവം, അങ്ങനെ ഒരു പ്രക്രിയ കൂടി ഈ ഒന്നാം ഘട്ട കരട് പട്ടികയിൽ ഉണ്ടായിരുന്നു. എന്നാൽ തന്നെയും രണ്ടാം ഘട്ട കരട് പട്ടിക എന്ന് പറയുന്നത് ഈ ഗോ നോ സോൺ പട്ടികയിൽ പ്രദേശത്ത് ഉൾപ്പെടുന്ന വീടുകളെ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ പട്ടിക രൂപീകരിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇനി സമരവുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലായിരിക്കും ഈ ഒരു സംഘാടകർ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏത് രീതിയിലായിരിക്കും ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് പോവുക എന്നുള്ളത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. അർജുൻ PS ആണ് വയനാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. വയനാട് പുനരധിവാസത്തിന്റെ രണ്ടാം ഘട്ട കരട് പട്ടികയാണ് ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. 81 കുടുംബങ്ങളാണ് പട്ടികയിലുള്ളത്. ഇപ്പോൾ ഇന്ന് ഉരുൾപൊട്ടൽ സ്ഥലത്ത് ദുരിതബാധിതർ ഇന്ന് കുടിൽ കെട്ടി പ്രതിഷേധ സമരവും നടത്തുന്നുണ്ട്.